സ്ത്രീപക്ഷം ഉയർത്തി ഈ വിഷയങ്ങളിലൊക്കെ വളരെ ശക്തമായ നിലപാടെടുത്തിട്ടുള്ള സ്ത്രീകൾ പോലും ഈ വിഷയത്തിൽ ആ യുവതിയെ തള്ളിപ്പറയുന്നതാണ് കണ്ടത്. കഴുത്ത് കണ്ടിച്ചു പോയെന്ന് പറഞ്ഞാലും ശരി, ചോജി നിന്റെ കൂടെ ഞാൻ നിൽക്കത്തില്ല. ആവണമെന്നില്ല, തിരക്കിനിടയിൽ സംഭവിക്കുന്നതാവാം. അങ്ങനെ അസ്വസ്ഥതയുണ്ടെങ്കിൽ അല്പം മാറി നിൽക്കുമെന്ന് പറഞ്ഞാൽ തീരുന്ന പ്രശ്നമേ ഉള്ളൂ. നമ്മുടെ സമൂഹത്തിൽ അങ്ങനെയാണ് ചെയ്യേണ്ടത്. ഈ പെൺകുട്ടി അവൾക്ക് മാനസികമോ ശാരീരികമോ ബുദ്ധിമുട്ടുണ്ടായത് കൊണ്ടല്ല, നേരെ മറിച്ച് ഇന്ന് നമ്മുടെ സമൂഹത്തിൽ ട്രെൻഡായി മാറിയിരിക്കുന്ന വൈറലാവുക എന്ന ലക്ഷ്യത്തിൽ അവർക്കൊരു കണ്ടന്റ് ക്രിയേഷൻ ഉണ്ട്. ഇൻസ്റ്റയിലും ഫേസ്ബുക്കിലും ഒക്കെ ഇട്ടാൽ ഇപ്പോൾ പണം കിട്ടും. ആ പണം നേടുക എന്ന ലക്ഷ്യത്തിൽ ഒരു കണ്ടന്റിന് വേണ്ടിയുള്ള ശ്രമത്തിനിടയിൽ ഈ പാവപ്പെട്ടവൻ പെട്ടുപോയതാണ്. നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇതെല്ലാം കണ്ടുപഠിക്കുന്ന യുവതലമുറ എങ്ങനെയായി തീരുമെന്നുള്ളൊരു വലിയ ചോദ്യത്തിലേക്കാണ്. നമ്മുടെ കാര്യം നമ്മൾ നോക്കിയാൽ നമുക്ക് കൊള്ളാം. സ്ത്രീകൾ പോലും ഈ വിഷയത്തിൽ ആ യുവതിയെ തള്ളിപ്പറയുന്നതാണ് കണ്ടത്. പക്ഷെ അവിടെ വ്യത്യസ്ത സ്വരമാണ് താങ്കൾ പ്രകടിപ്പിച്ചിട്ടുള്ളത്. ആ യുവതിയെ അനുകൂലിക്കുകയായിരുന്നു. എന്താണ് ആ യുവതിയെ അനുകൂലിക്കാൻ താങ്കൾ കണ്ടെത്തുന്ന ന്യായീകരണങ്ങൾ? പ്രത്യേകിച്ച് അങ്ങനെ ഒരു ന്യായീകരണം എന്നല്ല ഞാൻ പറയുന്നത് ആ വീഡിയോ കണ്ടപ്പോൾ അതില് കൃത്യമായിട്ടുള്ള ഒരു ഉരസൽ കാണാൻ പറ്റുന്നുണ്ടായിരുന്നു. അതുപോലെ ആ ഉരസൽ കണ്ടുവോ എന്ന് നോക്കുന്ന ആ ഒരു മനുഷ്യനെയും ശരിക്കും വ്യക്തമായിട്ട് കാണാൻ പറ്റുന്നുണ്ടായിരുന്നു. ഇതെനിക്ക് മാത്രമല്ല, വേറെയും ഒരുപാട് പേർക്ക് ആ ഫീലിംഗ് ഉണ്ടായിട്ടുണ്ട്. ഇവിടെയാണ് പ്രശ്നം. ലെഫ്റ്റ് കൈയും ഒരേപോലെ പൊങ്ങിയിരിക്കുന്നതായിട്ട് കാണാൻ പറ്റുമല്ലേ? മറ്റൊന്നുമായിരുന്നില്ല, അയാളെ ബാഗ് ലിഫ്റ്റ് ചെയ്തതായിരുന്നു. ഞാൻ പറഞ്ഞു, ഈ പെണ്ണ് നേരത്തെ കാണിച്ച വീഡിയോ തന്നെ വളരെ വ്യക്തമാണ്. അയാളുടെ ഈ ബാഗ് ഉണ്ട്, കൈയായിട്ട് തന്നെ ആ കാര്യം പതിഞ്ഞിട്ടുണ്ട്. അതാരും ചർച്ച ചെയ്യുന്നില്ല. ആ ബാഗ് ആ മനുഷ്യൻ ഉയർത്തിയതാണ്. നിങ്ങളുടെ മുട്ടനങ്ങാതെ നിങ്ങൾ കൈ ഉയർത്തണമെങ്കിൽ അത് ജിമ്മിൽ മാത്രമായിരിക്കും. അല്ലാതെ നിങ്ങൾ വളരെ കാഷ്വൽ ആയിട്ട് ഏതൊരു ബാഗ് ലിഫ്റ്റ് ചെയ്യുന്ന നോക്കിയേ നിങ്ങളുടെ മുട്ട അവിടെ നിന്നണങ്ങി അത് പുറകോട്ട് പോയിരിക്കും. കണ്ടോ, ഇയാളാ തിരിയാത്ത പേരടിക്ക് നോക്കി ഒരു ഒറ്റ അടിയടി കോയക്കാം. അതിപ്പോ എന്റെ കുറ്റം കൊണ്ടല്ല, മോനെ മഞ്ഞപ്പിത്തുള്ളത് കൊണ്ടാ കാണുന്നതൊക്കെ മഞ്ഞ. പിന്നെ ഇങ്ങനെ ഒരു ആരോപണം വന്നപ്പോൾ ആ മനുഷ്യൻ ആത്മഹത്യ ചെയ്തു, അതുകൊണ്ടാണ് ആത്മഹത്യ ചെയ്തത് എന്ന് സംശയലേശമന്യേ തെളിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ പെൺകുട്ടി അത് സോഷ്യൽ മീഡിയയിൽ ഇട്ടത് കൊണ്ടുള്ള അപമാനം സഹിക്കാൻ പറ്റാതെ അയാള് ആത്മഹത്യ ചെയ്തു എന്ന് പറയുന്ന അതൊരു സംശയലേശമന്യേ അങ്ങനെ തെളിയിക്കപ്പെടുകയാണെങ്കിൽ മാത്രമേ ഇപ്പോൾ നടക്കുന്ന ഈ ബഹളങ്ങൾക്കൊക്കെ എന്തെങ്കിലും ഒരു അടിസ്ഥാനമുള്ളൂ. കണ്ടോ ഇപ്പോഴും ഇവർക്ക് നേരം എടുത്തിട്ട് സാമൂഹിക മാധ്യമങ്ങളിലൂടെ ദൃശ്യം പ്രചരിച്ചതിന് പിന്നാലെ യുവാവ് ജീവനൊടുക്കി. ഒരു വേണ്ടാതിരത്തിലേക്ക് പോകണം, ഒരു അനാവശ്യത്തിലേക്ക് പോകണ ഒരാളല്ല. ഓനങ്ങനെ ഒരു സാഹചര്യത്തിൽ കണ്ടു പറഞ്ഞപ്പോ തിരക്കുള്ള ബസ്സിൽ വെച്ച് യുവതി ചിത്രീകരിച്ച വീഡിയോ സാമൂഹിക മാധ്യമങ്ങളിൽ പ്രചരിച്ചതിന് പിന്നാലെയാണ് ദീപക് ആത്മഹത്യ ചെയ്തത്. എന്ത് കാരണം കൊണ്ടാണ് ദീപക് ആത്മഹത്യ ചെയ്തത് എന്ന് ആർക്കും വ്യക്തമായിട്ട് അറിയില്ല. പിന്നെ ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ അയാള് നഷ്ടപ്പെട്ടു പോയ സങ്കടം അയാളുടെ അടുത്ത ആളുകൾക്ക് എന്തായാലും ഉണ്ടാകണം. അപ്പോ അയാൾക്ക് ഒരുപാട് മഹത്വങ്ങളും ഉണ്ടാകും. അയാൾ ഉണ്ടായില്ലെങ്കിൽ എന്തു സംഭവിക്കുമായിരുന്നു എന്നൊക്കെയുള്ള സങ്കടങ്ങളും അത്തരം കാര്യങ്ങളും ഒക്കെ സ്വാഭാവികമാണ്. എന്നിട്ട് പക്ഷേ ഈ പെൺകുട്ടിയുടെ കാര്യത്തില് തന്നെ ഇപ്പോ സോഷ്യൽ മീഡിയയിൽ പെൺകുട്ടി മാത്രമല്ല, ആ പെൺകുട്ടിയെ അനുകൂലിക്കുന്ന ആരായാലും അവരെയൊക്കെ വളരെ മോശമായ രീതിയിൽ അധിക്ഷേപിക്കുന്ന പ്രവണതയാണ്. അതായത് ഇനി ഒരു പെൺകുട്ടി ഇങ്ങനെ ഒരു കാര്യം ചെയ്യരുത്, അതായത് തെളിവ് ഉണ്ടാക്കുകയോ ആ തെളിവ് ഇങ്ങനെ പുറത്ത് വിടുകയോ അങ്ങനെയൊന്നും ചെയ്യാൻ പാടില്ല. ഇങ്ങനെ ഒരു സംഭവം, ഒരു ദുരനുഭവം ബസ്സിനകത്തുണ്ടായാൽ എന്തായിരിക്കും ഫസ്റ്റ് റെസ്പോൺസ്? ഒരാളുടെ ഫസ്റ്റ് റെസ്പോൺസ് ആദ്യം അതിനെ നമ്മൾ ഒന്ന് വാൺ ചെയ്യാൻ ശ്രമിക്കും. അതിനുശേഷം അവിടെ നിന്ന് നമ്മൾ ഒരു സേഫ് സോണിലേക്ക് മാറുകയോ അല്ലെങ്കിൽ അത് ഇഷ്യൂ ആക്കുകയോ അല്ലെങ്കിൽ കണ്ടക്ടറെ അറിയിക്കുകയോ ഇടപെടൽ നടത്തുകയോ അയാളെ ആദ്യം അവിടെ തിരുത്താനുള്ളൊരു ശ്രമം നടക്കും. അതല്ല എങ്കിൽ നമ്മൾ അത് പരാതിപ്പെടും. അങ്ങനെയൊക്കെയാണല്ലോ സാധാരണ നിലയിൽ ഇതിൽ ഇടപെടലുകൾ നടത്തേണ്ടത്. അങ്ങനെയാണ് നടത്തേണ്ടതും.
അത് പിന്നെ അതിനപ്പുറം അവിടെ വെച്ച് അതിനൊരു തെളിവുണ്ടാക്കി അത് വീട്ടിൽ കൊണ്ടുവന്ന് സമൂഹ മാധ്യമത്തിൽ പ്രചരിപ്പിച്ച് അല്ലല്ലോ അതിനെതിരെ അവയർനെസ് ഉണ്ടാക്കേണ്ടതും അതിനെതിരെ പ്രതികരിക്കേണ്ടതും. അങ്ങനെ ഒരു മിസ്റ്റേക്ക് ഈ പെൺകുട്ടി കാണിച്ചിട്ടില്ലേ യഥാർത്ഥത്തിൽ? പറഞ്ഞത് ശരിയായ നടപടിയാണെന്ന് തോന്നുന്നുണ്ടോ? സമൂഹമാധ്യമത്തില് പുറത്തുവിട്ടത് ശരിയായി എന്നുള്ളൊരു അഭിപ്രായം എനിക്കും ഇല്ല. പക്ഷെ എന്നാലും നമ്മുടെ കേസുകളൊക്കെ പോകുന്ന കാര്യം, ഇത് പരാതി കൊടുത്താൽ തന്നെയും ആദ്യം തെളിവായിരിക്കുമല്ലോ ചോദിക്കുക. അതുകൊണ്ടായിരിക്കും തെളിവ് ഉണ്ടാക്കിയത്. ഞാൻ പറയുന്നത് വിശ്വാസമായില്ലേ? എന്റെ കഥയിൽ എവിടെയെങ്കിലും ലോജിക് അടിക്കുന്നുണ്ടോ? പിന്നെ ആ പരാതി മുമ്പോട്ട് കൊണ്ടുപോകാതെ സമൂഹ മാധ്യമത്തില് വെക്കുകയാണ് ചെയ്തത് എന്നുള്ള നിന്റെ ഐഡിയ കൊള്ളാം. നെയ്യപ്പം തിന്നാ രണ്ടാ ഗുണം. അപ്പം തിന്നാം, കയ്യിലാവുന്ന എണ്ണ തലയിലും തടവാം. നോക്കൂ, മറ്റൊരു സ്ത്രീക്ക് കൂടി ഈ ഒരു അനുഭവം ഉണ്ടെങ്കിൽ അവിടെ വെച്ച് പ്രതികരിച്ചാൽ ആ സ്ത്രീ അതിന് എതിരെ വരും. അപ്പോൾ തന്നെ അതിലൊരു ഇടപെടൽ മറ്റുള്ളവരുടെ ഭാഗത്തു നിന്നും ഉണ്ടാകും. ഇവരൊറ്റയ്ക്കല്ല. അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടാകുമ്പോൾ അതായിരുന്നു ഫസ്റ്റ് റെസ്പോൺസ് ആയി അവരുടെ ഭാഗത്തു നിന്ന് വരേണ്ടിയിരുന്നത്. അത് പിന്നെ കാര്യം, നമ്മൾ അങ്ങനെ ഒരു സ്ത്രീയെ ഉപദ്രവിക്കുന്നത് കണ്ടിട്ട് മറ്റൊരു സ്ത്രീ പ്രതികരിക്കുന്ന ഒരു പരിപാടി നമ്മുടെ നാട്ടിൽ ഉണ്ടോ? നമ്മുടെ നാട്ടിൽ ഇല്ല. അങ്ങനെയൊന്നുമില്ല. നോക്കൂ, ദിലീപിന്റെ സിനിമ ഒരു ബസ്സിൽ പ്രദർശിപ്പിച്ചപ്പോൾ തന്നെ അതിനെതിരെ പ്രതികരിച്ച സ്ത്രീകളുള്ള നാടാണ് നമ്മളുടേത്. അത് ഒരു പൊതുസമൂഹത്തിൽ ഒരു പൊതു ബസ്സിൽ ആ സിനിമ പറ്റില്ല എന്ന് പറഞ്ഞ സ്ത്രീകളുള്ള നാടാണ്. അതിപ്പോ ഒരു സ്ത്രീ മറ്റൊരു സ്ത്രീക്ക് ഒരു പ്രശ്നം വന്നാൽ ഇടപെടില്ല എന്നൊന്നും ഞാൻ കരുതുന്നില്ല. അങ്ങനെയൊക്കെ ഇടപെട്ടിട്ടുള്ള സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ബസ്സിൽ തന്നെ പ്രതികരിച്ച് ഇടപെടുന്നത് പറഞ്ഞോളൂ. വളരെ കുറവാണ്. വളരെ കുറവാണ്. ഇതിനായിട്ട് ഇത് ആ കുട്ടീന്റെ വീഡിയോ കണ്ടാലറിയാം. ആ കുട്ടി ക്രിയേറ്റ് ചെയ്യാണ്. ബാക്കിലേക്ക് മാറി നിന്ന് വരാ, പിന്നെ മുന്നോട്ട് തന്നെ വരാ. എന്നിട്ട് അവർ പിറ്റേ ദിവസം ഒരു വീഡിയോ ഇടാം. അത് ഞാൻ അതിനെ പറ്റിയിട്ട് ആ പെൺകുട്ടി ന്യായീകരണം തരാണ്. ഇത് ഞരമ്പ് രോഗികളുണ്ട്, ഇങ്ങനെ ഉണ്ട്, അങ്ങനെ ഉണ്ട് പറഞ്ഞിട്ട്. ഇത്തരക്കാരാണ് ഞരമ്പ് രോഗം. അവർക്ക് അവരെ റീച്ച് കിട്ടാന്നുള്ള ഒരേ ഒരു മനോഭാവം ഉള്ളൂ. അവർക്ക് ഒരാളെ ജീവിതം ഈ പാവപ്പെട്ട അച്ഛനമ്മക്ക് ഞാനുണ്ട്. ആൻസർ ഫോർ ഇറ്റ്. അതുപോലെ ഒരുപാട് സ്ത്രീകൾ എല്ലാ ദിവസവും ഇത്തരം പ്രശ്നങ്ങൾ അനുഭവിക്കുന്നതാണ്. പക്ഷെ കുറച്ചും കൂടെ ഒന്ന് പക്വമായിട്ട് ചെയ്യാമായിരുന്നു. അതായത് നമ്മുടെ മുന്നിൽ ഒരു ക്രൈം വരുമ്പോൾ നമ്മൾ അതിനെ എങ്ങനെയാണ് നേരിടേണ്ടതെന്നും കൂടെ പെൺകുട്ടികൾ പഠിച്ചെടുക്കേണ്ടത് ആവശ്യമുണ്ട്. ഒരു ക്രൈം വരുമ്പോൾ നമ്മൾ തീർച്ചയായിട്ടും ആദ്യമേ ആശ്രയിക്കേണ്ടത് പോലീസിനെയാണ്, അല്ലെങ്കിൽ കോടതിയെയാണ്. അതല്ലാതെ നമ്മൾ അവരെ തിരിച്ച് പണിഷ് ചെയ്യാനോ അല്ലെങ്കിൽ നമ്മൾ മോറൽ പോലീസിംഗ് നടത്താനോ ഒന്നും നമ്മൾ ആളല്ല. സ്മാർട്ട്നെസ് നല്ലതാണ്, പക്ഷേ ഓവർ സ്മാർട്ട് ആവരുത്. അറിയാമല്ലോ, നമ്മളൊരു പീസ് നമ്മൾ സോഷ്യൽ മീഡിയയിൽ ഇട്ട് കഴിഞ്ഞാൽ പിന്നെ ബാക്കിയുള്ള സോഷ്യൽ മീഡിയയിലുള്ള സകല ജനങ്ങളുമാണ് അതിന് കുറ്റം വിധിക്കുന്നതും ചാർജ് ഷീറ്റ് എഴുതുന്നതും എല്ലാം. ഇതാണ് ഇവിടുത്തെ വ്യവസ്ഥിതി. We are living in a very cruel society. ഈ വനിതാ കമ്മീഷൻ തന്നെ വളരെ വ്യക്തമായി പറയേണ്ടി വന്നിരിക്കുന്നു. ഈ നിയമങ്ങൾ സ്ത്രീകൾ മിസ്യൂസ് ചെയ്യപ്പെടുന്നു. സുപ്രീം കോടതി, ഇന്ന് നമ്മുടെ രാജ്യത്തെ പരമോന്നത കോടതിയായ സുപ്രീം കോടതി പറഞ്ഞിരിക്കുന്നു, ഞങ്ങൾ നിങ്ങൾക്ക് ഒരു പരിച തന്നു, ഒരു കവചം നിങ്ങളെ പ്രൊട്ടക്ട് ചെയ്യുന്നതിന്, പക്ഷേ ആ പരിചയെ നിങ്ങൾ ആയുധമായി ഉപയോഗിക്കുന്നു എന്ന് പറഞ്ഞത് ഞങ്ങളല്ല. അങ്ങനെയുള്ള ഒറ്റപ്പെട്ട സംഭവങ്ങൾ ഉണ്ടാകാം. ജോയ് അറക്കൽ, നോക്കൂ, ഇവിടുത്തെ കൺവിക്ഷൻ റേറ്റ് എന്ന് പറയുന്നത് 25 to 30 ആണ് റേപ്പ് കേസുകളിലെ കൺവിക്ഷൻ റേറ്റ്. അപ്പോ അങ്ങനെ ഒരു യാഥാർത്ഥ്യം ഇരിക്കുകയാണ് താങ്കൾ പറയുന്നത് ഈ നിയമങ്ങൾ കൊണ്ട് പുരുഷന്മാർക്ക് യാതൊരു സംരക്ഷണവും, പുരുഷന്മാരുടെ കാര്യം ആകെ മോശപ്പെട്ടു പോയിരിക്കുന്നു എന്ന് നിങ്ങൾ പറയുന്നത് ഈ കൺവിക്ഷൻ റേറ്റ് വെച്ചിട്ടാണ്. ഇവിടുത്തെ നിയമ സംവിധാനങ്ങളൊക്കെ സ്ത്രീകൾക്ക് അങ്ങ് എന്തോ ആനുകൂല്യം ചെയ്തു കൊടുക്കുന്നു എന്നുള്ള ആരോപണമൊന്നും വേണ്ട. ഈ വിഷയത്തിൽ ദീപക് ഒരു ഇരയാക്കപ്പെട്ട വ്യക്തിയാണെങ്കിൽ അയാൾക്ക് നീതി കിട്ടണം, കുറ്റക്കാർ ശിക്ഷിക്കപ്പെടണം എന്ന് പറയുന്നതിന് ആർക്കും ഒരു മടിയില്ല. അത് അതിന്റെ സംവിധാനത്തിൽ അന്വേഷിക്കട്ടെ, കണ്ടെത്തട്ടെ. ഞാൻ താങ്കളിലേക്ക് വരാം. ഞാൻ നല്ല ഹാൻഡിലിംഗ്, താങ്ക് യു. ദീപകിന്റെ സുഹൃത്ത് തുടരുന്നുണ്ട്. അനൂപ്, ഒരു പക്ഷേ ഇവിടെ നടക്കുന്ന ചർച്ചകൾ നിങ്ങളെ സംബന്ധിച്ച് സുഹൃത്ത് എന്ന നിലയിൽ അസ്വസ്ഥത ഉണ്ടാക്കുന്നതായിരിക്കാം. പക്ഷേ ഇതിനെ എല്ലാം കൂടി മറ്റൊരു തരത്തിൽ കൊണ്ടെത്തിക്കുമ്പോൾ നമുക്ക് അതിൽ ചില കാര്യങ്ങൾ തുറന്നു പറയേണ്ടി വരുന്നതാണ്. വി ആർ റിയലി സോറി സർ. എന്ത് സോറി? നിങ്ങൾക്കൊരു ധാരണ ഉണ്ടായിരുന്നെങ്കിൽ ഈ സൈസ് സാധനങ്ങളെ കൊണ്ട് ഇങ്ങോട്ട് വരും. എനിക്ക് ഇത്രയേ പറയാനുള്ളൂ. ഞാൻ പറഞ്ഞ എൻ്റെ കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞു കഴിഞ്ഞു. എന്നെ ഇതിനകത്തുനിന്ന് ഒന്ന് മാറ്റി നിർത്തി തരണം. ഇയാൾ എവിടുത്തുകാരനാണോ? ചങ്ക പൊട്ടി നിൽക്കുന്ന ഒരു മനുഷ്യനോട് ഇങ്ങനെയാണോ സംസാരിക്കുന്നത്?
ശരി ചർച്ച ശരി ചെയ്തോളൂ. ശരി ശരി ഓക്കെ ഞാനിപ്പോൾ അതിന് പറ്റിയ ഇതൊന്നും കേൾക്കാൻ പറ്റിയൊരു മാനസികാവസ്ഥയിലല്ല. ശരി ശരി ഓക്കെ കേൾക്കുമ്പോഴല്ല ചെറ്റവർത്താനം പറയല്ലേ, മനസ്സിലായോ? ഇനി ഇത് ആവർത്തിക്കരുത്. വലിയ ഉപകാരമായിരിക്കും. ഓക്കെ ഓക്കെ എന്താണ് താങ്കൾക്ക് പോവാം. വളരെ നന്ദി ഞങ്ങളോട് സഹകരിച്ചതിൽ. പറഞ്ഞാൽ മതിയോ? നേരത്തെ പറഞ്ഞ ആൾക്കാർ പറഞ്ഞ വാക്കിനുള്ള ഒരു വിഷമമുണ്ട്. ശുദ്ധമായി പറഞ്ഞാൽ എനിക്ക് പറഞ്ഞ വാക്കുകൾ കുറഞ്ഞു പോയി. ഒരു മരിച്ചവനെ കുറിച്ച് പറയുമ്പോഴെങ്കിലും കുറച്ച് മര്യാദ കാണിച്ചൂടെ? അതായത് യഥാർത്ഥത്തിൽ ഇയാൾ ഒരു കുറ്റവും ചെയ്തിട്ടില്ല. ഇയാൾ കുറ്റം ചെയ്തിട്ടുണ്ടെങ്കിൽ എന്നൊരു ഒക്കേഷനില്ല. പറയണ്ട ഞാൻ 15 മിനിറ്റ് വെയിറ്റ് മണിക്കൂർ കഴിഞ്ഞതിന് ശേഷമാണ് ജോയിൻ ചെയ്തത്. ഞാൻ ഈ സംഭവത്തിൽ പറയേണ്ടതൊക്കെ പറഞ്ഞിട്ടുണ്ട്. അത് കേൾക്കാത്തത് എന്റെ കുറ്റമല്ല. ഞാൻ കഴിഞ്ഞ 15 മിനിറ്റ് ആയിട്ട് ഇതിലുണ്ടായിരുന്നു. നിങ്ങളുടെ ടെക്നിക്കൽ ടീമിന്റെ പ്രശ്നം കാരണമാണ് കയറാൻ പറ്റാത്തത്. അപ്പൊ അതുകൊണ്ട് ഇനി ഞാൻ പറയട്ടെ, യഥാർത്ഥത്തിൽ ശുദ്ധമായ ഞാൻ പറയുന്നില്ല. അപ്പം ഇനി പോട്ടെ, ഞാൻ പോസിറ്റീവ് പറയാം. ഒന്ന്, അത്യാവശ്യമായി അടിയന്തരമായി ദീപകിന് സഹായം എത്തിക്കണം. ദീപകിന് ഇപ്പോ മലബാർ ഗോൾഡിലെ ഫൈസലിനോട് പറഞ്ഞു 1 ലക്ഷം രൂപ ഞങ്ങൾ സഹായമായിട്ട് എത്തിച്ചിട്ടുണ്ട്. കൂടുതൽ സഹായം തീർച്ചയായിട്ടും ഞങ്ങളുടെ ഭാഗത്തു നിന്ന് എത്തിക്കും. ഈ പെൺകുട്ടിയെ തീർച്ചയായും അറസ്റ്റ് ചെയ്യണം. ആ അറസ്റ്റിലേക്ക് പോയാൽ മാത്രമേ അതിന് നീതി ഉണ്ടാവും. ആ പെൺകുട്ടിയോട് പ്രതികാരം ചോദിക്കുകയല്ല, പക്ഷെ നീതി വേണം എന്നുള്ളതാണ് പോയിന്റ്. സ്ത്രീ സംരക്ഷണത്തിന് വേണ്ടിയിട്ടാണ് സാർ ഈ വകുപ്പ്, അല്ലാതെ പുരുഷന്മാരെ നശിപ്പിക്കാൻ വേണ്ടിയിട്ടല്ല. ബ്ലെയിമിംഗ് ആണ് ഇപ്പോൾ നടക്കുന്നത്. ആ പയ്യന്റെ ഭാഗത്തു നിന്ന് ഒരു തെറ്റും ഉണ്ടായിട്ടില്ല. തെറ്റും ഉണ്ടായിട്ടുണ്ടെങ്കിൽ എന്നൊന്നും ആരും പറയണ്ട. ഒരു തെറ്റും ഉണ്ടായിട്ടില്ല. അത് വീഡിയോ കാണുന്ന ആർക്കും മനസ്സിലാവും. അപ്പൊ യഥാർത്ഥത്തിൽ രാഹുൽ, അതിൽ 2 തരത്തിലും അത് വ്യാഖ്യാനിക്കാം. നമുക്ക് അതിന്റെ വസ്തുത അറിയില്ല. 2 തരത്തിലും വ്യാഖ്യാനിക്കാവുന്ന വീഡിയോ ആണ്. അതിന്റെ വസ്തുത നമുക്കറിയില്ല. പക്ഷേ ഒരു പെണ്ണ് മരിക്കുമ്പോ ഇങ്ങനെ വ്യാഖ്യാനിച്ചിരുന്നെങ്കിലോ, ഞാനൊരു പെണ്ണ് മരിക്കുമ്പോ ഇങ്ങനെ വേറൊരു തരത്തിൽ വ്യാഖ്യാനിച്ചിരുന്നെങ്കിലോ നിങ്ങൾ എനിക്കെതിരെ കേസെടുക്കണമെന്ന് പറയില്ലേ? ഏത് പെണ്ണ് ഇതുപോലെ മരിച്ചിരുന്നെങ്കിൽ തീർച്ചയായിട്ടും പറയും. സംഭവിക്കാൻ പാടില്ലാത്തത് സംഭവിച്ചു. അത് റീച്ച് കൂട്ടാനാണ് ചെയ്തതെങ്കിൽ ആ കുട്ടിക്ക് അതിന് തക്കതായ ശിക്ഷ കിട്ടണമെന്ന കാര്യത്തിൽ എനിക്കൊരു സംശയവുമില്ല. അത് ഉണ്ടാകാതിരിക്കാനുള്ള ജാഗ്രത താങ്കൾ ഉൾപ്പെടെയുള്ളവർക്കില്ലേ എന്നതായിരുന്നു എന്റെ ചോദ്യം. സൈബർ ആക്രമണം നടക്കുന്നതിനോട് യോജിപ്പില്ല. അതിനെ തള്ളി പറയാൻ ഞങ്ങൾ തയ്യാറാണ്. പ്രതികാരമല്ല നീതി, നീതിയാണ് വേണ്ടത്. നിയമ നടപടികളാണ് വേണ്ടത്. ഏവനും പഠിക്കും. മുഖ്യമന്ത്രി അടക്കമുള്ളവർ ഇതിൽ പ്രതികരിക്കണം. ഒരു സ്ത്രീ മരിക്കുകയായിരുന്നെങ്കിൽ മുഖ്യമന്ത്രി പ്രതികരിക്കുമായിരുന്നല്ലോ. ലവ് യു ടു ദ മൂൺ ആൻഡ് ബാക്ക് എന്നൊന്നും എഴുതി പ്രോത്സാഹിപ്പിക്കണ്ട. ദീപകിന്റെ മരണത്തിൽ ഒരു അനുശോചനം. രാഹുലെ, ഒരു സംഭവം നടന്നാൽ അതിൽ എന്താണ് സംഭവിച്ചതെന്നൊരു ബോധ്യമില്ലാതെ എടുത്തു ചാടി പ്രതികരിക്കുന്ന ഒരു വ്യക്തിയാവണമോ മുഖ്യമന്ത്രി? എനിക്ക് പോലും നോക്കൂ, ഈ വിഷയത്തെ കുറിച്ച് സംസാരിക്കുമ്പോൾ വലിയ ജാഗ്രത വേണ്ടി വരുന്നു. കാരണം അവിടെ എന്താണ് സംഭവിച്ചതെന്ന് എനിക്കറിയില്ല. ജോലി അത് ഭംഗിയായിട്ട് ചെയ്യുക എന്നുള്ളതാണ് എന്റെ ലക്ഷ്യം. അതെ, അതുകൊണ്ടാണല്ലോ ഭംഗിയായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇതുപോലെയുള്ള പൊതുഗതാഗത സംവിധാനത്തിൽ ആക്രമിക്കപ്പെടുന്ന കേരളത്തിലെ 80% സ്ത്രീകളുടെ പേര് ഞാൻ അങ്ങോട്ട് പറഞ്ഞിരിക്കുന്നു. എനിക്കത് എണ്ണി പറയാൻ പറ്റില്ല. നിങ്ങൾ കണക്കെടുത്തോ? ഇത് ഞാൻ വെല്ലുവിളിക്കുന്നു. ഇങ്ങനെ സംഭവിച്ചിട്ടില്ല എന്ന് താങ്കൾ തെളിയിക്കുന്ന വ്യാജപീഡന പരാതിയോ റിപ്പോർട്ടുണ്ട്, BBC കോട്ട് ചെയ്യുന്ന റിപ്പോർട്ടുണ്ട്. ഞാൻ സോഴ്സ് പറഞ്ഞാണ് പറയുന്നത്, കൈ നിന്ന് പറയല്ല. ഓർമ്മ വരുന്നില്ല ഈശ്വരാ. നീ കിടന്ന് ഉരുളൊന്നും വേണ്ട ഇക്കാര്യമേ, എനിക്ക് നല്ല ഓർമ്മ. 53%, കൃത്യം പറഞ്ഞാൽ 53%. ഇന്ത്യയിലെ പരാതികൾ വ്യാജ പീഡന പരാതികളാണെന്ന് BBC കോട്ട് ചെയ്യുന്ന റിപ്പോർട്ടുണ്ട്. ഞാൻ സോഴ്സ് പറഞ്ഞാണ്. നമ്മൾ പരസ്പരം ആണും പെണ്ണും പോരടിക്കാനല്ല, നീതി കിട്ടാൻ വേണ്ടിയാണ് നമ്മൾ ഫൈറ്റ് ചെയ്യേണ്ടത്. അത് ഏത് പെൺകുട്ടിക്കും നീതി കിട്ടാൻ വേണ്ടിയാണ്. രാഹുൽ, എടാ എൽദോ, നീ എവിടെയെങ്കിലും അഭിപ്രായം പറയാനുള്ള സ്വാതന്ത്ര്യം അവർക്കുണ്ട്. രാഹുലിന് അതിജീവിതന്മാർക്ക് വേണ്ടി അതിജീവിതം എന്ന് പറഞ്ഞ് വാദിക്കാമെങ്കിൽ അവർക്ക് അഭിപ്രായവും പറയാം. രാഹുൽ, ദീപകിനെ കുറിച്ച് പറയുമ്പോൾ നാട്ടുകാർക്ക് ആർക്കും തന്നെ മോശമായ യാതൊരു അഭിപ്രായവും ദീപകിനെ കുറിച്ചില്ല. ദീപക് തികച്ചും സൽസ്വഭാവിയായ ഒരു യുവാവായിരുന്നു എന്നുള്ളതാണ് നാട്ടുകാർ ചൂണ്ടിക്കാണിക്കുന്നത്. മുതലാളി, ഞാൻ അപ്പോഴേ പറഞ്ഞു, എല്ലാവരും എന്നെ പുച്ഛിച്ചു. എന്നിട്ട് ഇപ്പൊ എന്തായി? കയറിൽ ജീവിതം അവസാനിപ്പിക്കേണ്ട നമ്മൾ കാണേണ്ടി വന്നു. യുവാവ് ജീവനൊടുക്കിയ സംഭവത്തിൽ യുവതിക്കെതിരെ പോലീസ് കേസെടുത്തു. ആത്മഹത്യാ പ്രേരണ കുറ്റം ചുമത്തിയാണ് FIR. നിനക്ക് അങ്ങനെ തന്നെ വേണം. അവർക്ക് ഒരു പാഠമായിരിക്കട്ടെ.